بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد، واغفر لنا ولمشايخنا ولأساتذتنا لجميع المسلمين. الحمد لله رب العالمين. رب العالمين الرب في الأصل مصدر. അസ്ലില് മസ്തറാണത്. റബ്ബ യറുബ്ബു റബ്ബൻ. അപ്പൊ തെർബിയത്ത് ചെയ്യൽ എന്നുള്ള അർത്ഥമാണ്. ബിമാന തെർബിയത്തി, തെർബിയത്ത് ചെയ്യൽ എന്നർത്ഥമാണ്. തെർബിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തബ്ലീഗു ശൈഇ ഇലാ കമാലിഹി ശൈഅൻ വശൈഅൻ. ഒരു വസ്തുവിനെ അതിന്റെ കമാലിലേക്ക് അല്പാൽപമായി ഇങ്ങനെ ഉയർത്തുന്നതിനാണ് തെർബിയത്ത് എന്ന് പറയുക. സുമ്മ വസിഫ ബിഹി, പിന്നെ അതുകൊണ്ട് വസ്ഫാക്കപ്പെട്ടു മുബാലഗത്തിന് വേണ്ടി. തെർബിയത്ത് ചെയ്യൽ പറഞ്ഞിന് എന്താക്കപ്പെട്ടു? അതുകൊണ്ട് വസ്ഫാക്കപ്പെട്ടു അല്ലേ? ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്. മസ്തറുകള് എങ്ങനെ ഇസ്മമാന ഹക്വല്ലാത്ത ഇസ്മമാന ആണെങ്കിൽ മായനാന്റെ ഇസ്മ തെർബിയത്ത് ചെയ്യൽ. മായനാന്റെ ഇസ്മ ദാത്തിന്റെ വേണ്ടി പറയില്ല, പക്ഷെ മുബാലകത്തിന് വേണ്ടി പറയുന്നു. റജുലുൻ സൗമുൻ റജുലുൻ ആദിലുൻ എന്നറിയും. റജുലുൻ സ്വായിമുൻ റജുലുൻ ആദിലുൻ എന്നുള്ളതിനെ ഇങ്ങനെ പറയാം. സൗമൻ എന്നറിയും, റജുലുൻ ആദിലുൻ എന്നറിയും. പിന്നെ കസൗമി വലാദിലി. വഖീല, ഈ റബ്ബ് എന്ന് അറിഞ്ഞെടുത്ത് മസ്തറാണ് നമ്മൾ വെച്ചത്. ഇനിയൊരു കീല നഅ്തുൻ, അത് റാബ് എന്നുള്ള അർത്ഥത്തിൽ റാബിന്റെ അലിഫ് കളഞ്ഞതാണ്. റബ്ബ യറുബ്ബു റബ്ബൻ ഫഹുവ റാബ്ബുൻ, അലിഫ് കളഞ്ഞതാണ്. മിൻ റബ്ബഹു യറുബ്ബുഹു എന്ന പദത്തിൽ നിന്നും അല്ലേ, ഫഹുവ റബ്ബുൻ. അപ്പൊ അല്ലെങ്കിൽ സിഫത്ത് മുശബ്ബഹാണെന്ന് വെച്ചാലും മതി, അലിഫ് കളഞ്ഞതല്ല. ഫഅലുൻ വസനിലുള്ള സിഫത്ത് മുശബ്ബഹാണെന്ന് വെച്ച് കണ്ട് റബബുൻ. കൗലിക നമ്മയനുമ്മു ഫഹുവ നമ്മു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ രണ്ടാമത്തെ അക്ഷരം ഫത്തഹായിരിക്കും, പിന്നെ സുക്കൂൻ ചെയ്ത് പോയതായിരിക്കും. ബാഇന് ഒന്നാം ബാഇന് എന്തായിരിക്കും? സിഫത്ത് മുശബ്ബഹാണെന്ന് പറയുമ്പോ ഫഅൽ വസ്ന ഹസൻ, ഹസ്നൊന്നല്ല. സിഫത്ത് മുശബ്ബഹ് ഫഅലും വസ്നല്ല. മസ്തറാകുമ്പോ അവിടെ ആദ്യം സുക്കൂനാണ്. സുക്കൂനിലെ മറ്റേ ഇതിലേക്ക് ഇതാൻ പറ്റും. സിഫത്ത് മുശബ്ബഹ് ആദ്യം ഹർക്കത്തായിരുന്നു, പിന്നെ സുക്കൂനേക്ക് മാറിയിട്ടുണ്ട് ഇദാമിന് വേണ്ടി. സുമ്മ സുമ്മിയ ബിഹിൽ മാലിക്കു, നേരത്താവട്ടെ മസ്തറാവട്ടെ, പിന്നെ ഉടമസ്ഥൻക്ക് അതുകൊണ്ട് പേരിടപ്പെട്ടു. لأنه يحفظ ما يملكه يربيه. ഉടമസ്ഥൻക്കൊക്കെ പറയും എന്ന് പറഞ്ഞാല് അവിടെ മനസ്സിലായത് തെർബിയത്തിന്റെ വായനാക്കൊക്കെ ആണെങ്കിലും പിന്നെ എല്ലാ ഉടമസ്ഥന്മാർക്കും പറയലുണ്ട്. ഒരു വസ്തുവിന്റെ ഇയാൾ അതിന്റെ റബ്ബാണ് അറിയ, കിതാബിന്റെ റബ്ബ് ഇയാളാണ്, ഉടമസ്ഥന ആണല്ല, പരിപാലിച്ചിങ്ങനെ വളർത്തുന്നവെന്നാണ് നേരെ അർത്ഥം. ഷൈഅംബശൈആയിട്ട് തർബിയത്തിന്റെ അർത്ഥം എന്താ? തബ്ലീഗു ശൈഇ ഇലാ കമാലിഹി ഷൈഅൻ ഫശൈഅൻ, അല്പാൽപ്പം ഇങ്ങനെ കമാലിലേക്ക് എത്തിക്കൽന്നാണ്. പക്ഷെ പിന്നീട് ആർക്കൊക്കെ പറയാം? മാലിക്കിന് പറയാം പേരിടപ്പെട്ടു റബ്ബ്. ഏതോടെ? ഉടമസ്ഥൻക്കും. കാരണം അയാൾ അപ്പതോ സൂക്ഷിക്കുമല്ല, സംരക്ഷിക്കുമല്ലോ. ഒന്നിനെ എംലിക്കു, അയാൾ ഉടമയാക്കുന്ന അതിനെ.
അയാൾ സൂക്ഷിക്കുകയും അയാൾ ഉടമയാക്കുന്ന ഒന്നിനെ എന്താക്കുകയും ചെയ്യും, പരിരക്ഷിക്കുകയും ചെയ്യുമല്ലോ. യഹ്ഫദു യുറബ്ബി. പിന്നെ വല യുത്ലഖു അലാ ഗൈരിഹി തആല, അല്ലാഹ് അല്ലാത്തവർക്ക് റബ്ബ് എന്ന് പറയലില്ല. ഇല്ല മുഖയ്യദൻ റബ്ബുൽ കിതാബി. അല്ലാഹ് അല്ലാത്തവർക്ക് പറയുമ്പോ അവിടെ കൈതോട് കൂടെ പറയും. റബ്ബ് എന്ന് നേരെ അങ്ങോട്ട് പറയില്ല. റബ്ബു ദാലി, ആ ഇയാളുടെ റബ്ബ്, ഈ അടിമന്റെ റബ്ബ് എന്നിങ്ങനെ പറയും, കൈതോട് കൂടെ അല്ലാതെ പറയില്ല. കൗലി ഹി, അള്ളാന്റെ വാക്ക് പോലെ, അത് നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങുന്ന യൂസുഫ് നബിനോടൊക്കെ യൂസുഫ് നബി പറഞ്ഞതോ. പിന്നെ അതായത് ഈജിപ്തിലെ രാജാവാണ് ഇവിടുത്തെ റബ്ബ്, അവിടെ നിന്റെ എന്ന് കൂട്ടി കൊടുത്ത് കണ്ട പറഞ്ഞു, റബ്ബിലേക്ക് നേരെ പറഞ്ഞില്ല. പിന്നെ വൽ ആലം, ഇനി റബ്ബ് കഴിഞ്ഞ്. ആലം എന്ന് പറഞ്ഞാൽ ഇസ്മുല്ലിമാ യുഅലമു ബിഹി സ്വാനിഉ, സൃഷ്ടാവിന് ഇസ്മുല്ലിമ ഒന്നിന്റെ പേരാണ്. യുഅലമു ബിഹി, ആ ഒന്നുകൊണ്ടാണ് അറിയപ്പെടൽ. അസ്വാനിഉ സൃഷ്ടാവിന് അറിയപ്പെടുന്ന ഒന്നിന്റെ പേരാണ്. അന്നഹു മുസ്തഖ്ഖു മിനൽ അലമി ലാ മിനൽ അലാമത്തി ലകിന്നഹു ലൈസ ബിസിഫത്തിൻ ബൽ ഹുവ ഇസ്മുല്ലിമാ യഹ്സുലു ബിഹിൽ ഇൽമു ബിശ്ശൈഇ. മിനൽ ഇൽമി നയിക്കൂല, മുസ്തഖ്ഖു മിനൽ ഇൽമി ഇസ്മുല്ലിമാ യുഖ്തം ബിഹി. ഖാത്തം എന്ന് പറഞ്ഞാല് ഖത്മ ചെയ്യപ്പെടും, അതുകൊണ്ട് അങ്ങനെയുള്ള ഒന്നിന്റെ പേരാണ് ഖാത്തം. അപ്പൊ ഇൽമ് കിട്ടപ്പെടും, അതുകൊണ്ട് സ്വാനിയെ പറ്റി അങ്ങനെയുള്ള. അപ്പൊ ഇൽമിൽ നിന്നുള്ളതാണ്, അലാമത്തിൽ നിന്നുള്ളതല്ല എന്നർത്ഥം. അടയാളം എന്ന അർത്ഥത്തിനുള്ള അലാമത്തിൽ നിന്നുള്ളതാവണമെന്നില്ല. അതുകൊണ്ട് ഇൽമ് കിട്ടപ്പെടും, അങ്ങനെയുള്ള ഒന്നിനൊക്കെ ഫാല് വസനിലേക്ക് മാറ്റിയിട്ട് പറയലുണ്ട്. ചിലപ്പോ ഖത്മ ചെയ്യപ്പെടുന്നതിനെ ഖാത്തമ എന്നറിയും, ശീല് വെക്കപ്പെടുന്ന. കാലബ് എന്നറിയും അച്ചിന്, തോബ എന്നറിയും തൊബ ചെയ്യപ്പെടുന്ന ഒന്നിനിക്ക്. പിന്നെ വഹുവ, അത് കുല്ലുമാ സിവാഹു, അല്ലാത്ത എല്ലാം ആലമാണ്. അള്ളാഹുവിനെ അതുകൊണ്ട് അറിയപ്പെടുന്ന ഒന്നിനാണുള്ള ആലം എന്ന് പറയല്. ആലം പറഞ്ഞാൽ അല്ലാത്തതെല്ലാം പെട്ട്. മിനൽ ജവാഹിരി, ജൗഹറുകളാൽ, അറലുകളെ, രണ്ട് വസ്തുക്കളല്ലേ സൃഷ്ടികളിലുള്ളൂ. അള്ളാഹു താല രണ്ടിലും പെടൂല, ജൗഹറും അല്ല അറാലും അല്ല. പിന്നെ ഈ കുല്ലുമാ സിവാഹു ആയ ഈ ജൗഹറു അറലുകളും അത് മുംകിനാണല്ലോ. എന്തില്ല, ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും പറ്റിയ നിലക്കുള്ള അവസ്ഥയാണ്. ഉണ്ടാവൽ വാജിബായ നെസസറി അല്ല, ഉണ്ടാവാൻ പാടില്ലാത്ത ഇമ്പോസിബിളും അല്ല, മുഹാലും അല്ല. പിന്നെന്താണ്, മുംകിനാണ്, രണ്ടിനും പറ്റുന്ന നിലക്കുള്ള അവസ്ഥ. പിന്നെ അത് എന്തിലേക്ക് വന്നു, വുജൂദിലേക്ക് വന്നു. അദമിന് കാരണമാണെന്നില്ല, ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും പറ്റുന്നതാണെന്ന് പറഞ്ഞ, അപ്പൊ ഇല്ലാതിരിക്കുന്നില്ല. അപ്പൊ അത് അങ്ങനെ ചോദിക്കണ്ട. അദമിന് എന്താ വേണ്ട, കാരണം വേണ്ട. ഇല്ലാതിരിക്കാൻ എന്തിന് കാരണക്കാരൻ ചോദിക്കണ്ട. പിന്നെ അത് വുജൂദിലേക്ക് ഇങ്ങോട്ട് വന്നപ്പോ അതിന് കാരണക്കാരെ വേണം. ഈ ആലമ് ഇലാ മുഅസ്സിരി, പ്രതിഫലിപ്പിച്ച ഒരാളിലേക്ക് അത് ആവശ്യമായതിന് വേണ്ടി വാജിബിൻ ലിദാത്തി, ഇങ്ങനെയുള്ള മുഅസ്സിറാണ്. ലിദാത്തിഹി, വാജിബായ നെസസറിയായ അവന്റെ ദാത്തിന് വേണ്ടി തന്നെ, മറ്റൊന്നിനു വേണ്ടി വാജിബല്ല. വേറെ ആർക്കോ വേണ്ടി അള്ളാഹ് വാജിബായതല്ല. അള്ളാഹുവിന്റെ ദാത്ത് തന്നെ എന്താണ്, വാജിബാണ്. മറ്റൊരാൾക്കും വേണ്ടി വാജിബല്ല, അള്ളാഹുവിടെ വാജിബായി ഉണ്ടാവണം. അങ്ങനെയുള്ള ആ ഒരു വാജിബിലേക്ക് ആവശ്യമാണ്, ആലമ് ആവശ്യമായതിനു വേണ്ടി തദുല്ലു, ഈ ആലമ് അറിയിക്കുന്നുണ്ട്, അള്ളാഹു ഉണ്ട് എന്നതിന്റെ മേല് അറിയിക്കുന്നുണ്ട്, ആലമ് അറിയിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചോദ്യം, ഇന്നമാ ജംഉഹു മുബ്തദഅ, വഇന്നമാ നീ ജമാഅ എന്ന് വായിക്കോ.
അതിനെ ജമ്മാക്കലിൽ യഷ്മൽ അത് ഉൾക്കൊള്ളിക്കാനാണ് മാ ഒന്നിനെ തഹ്തഹു ആലമിന്റെ കീഴിലുള്ള ഒന്നിനെ മിനൽ അജ്നാസിൽ മുഖ്തലിഫത്ത് വിവിധ ആലമുകളാൽ ജിൻസുകളാൽ ആലമിനെ പിന്നെ എന്തിനാ ആലം എല്ലാം വെട്ടുകണൊക്കെ പിന്നെ ഇനിയിപ്പോ ആലമൂന്ന് പറയുമ്പോ വേറെ കുറെ ഒരു ആലമും കുറെ ആലമും എല്ലാ അല്ലല്ലാത്ത എല്ലാം ആലമിൽ പെടും. പിന്നെ അതല്ലാത്ത എല്ലാം പെടുന്നുണ്ടെങ്കിൽ പിന്നെ ആലമൂന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്താ അർത്ഥം? അതിനാണ് ജിൻസിന് അതിൽപ്പെട്ട അതിനെ കുറെ കിസ്മാക്കുമ്പോ കുറെ ജിൻസുകൾ കിട്ടും. ആ ജിൻസുകളാണ് അവിടുത്തെ ഉദ്ദേശം, ജമ്മാക്കിയത് കൊണ്ടുള്ള ഉദ്ദേശം. എന്തല്ല ഒരാലമും വേറെ കുറെ ആലമീനാറുമ്പോ ഒരാലം പിന്നെ നമ്മൾ ഇൻസാൻ പറഞ്ഞ ഒരു ഇൻസാന് പിന്നെ ഇൻസാന് കുറെ ഇൻസാനുകൾ പറഞ്ഞാല് വേറെ ഇൻസാൻ എല്ലാം കൂടി ഇങ്ങനെ വേറെ 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 വയറുകളായിട്ട് വരില്ലേ. ആലമേറിന്റെ ഒരാലമും പിന്നെ വേറെ വേറെ ആലമ് അങ്ങനെ വയറായിട്ടല്ലേ വരുന്നത്. ഈ മാസിവൽ ഭാരിയായ ഈ ആലമിന്റെ പല വർഗങ്ങൾ എന്ന അർത്ഥത്തിലേക്കാണ് അത് വരുന്നത്. അങ്ങനെ ഉപയോഗിക്കലുണ്ട്. എങ്ങനെ ഉപയോഗിക്കലുണ്ട്? അങ്ങനെ അർത്ഥത്തിന് ഉപയോഗിക്കലുണ്ട്. ഈ ആലമിന്റെ തഹ്തിലുള്ള ജിൻസിൻ മുഖ്തലിഫായ ജിൻസിന് വേണ്ടിയും ജമ്മാക്കുമ്പോ എന്താക്കലുണ്ട്? ഉപയോഗിക്കലുണ്ട്. പിന്നെ ആലമുൽ നബാത്താത്ത് ഉണ്ട്, ആലമുൽ അഫ്ലാഖ് ഉണ്ട്, ആലമുൽ ഹയവാൻ ഉണ്ട്, ആലമുൽ അറാദ് ഉണ്ട്. മനസ്സിലായില്ല? ബുദ്ധിയുള്ളവരെ മികപ്പിക്കപ്പെട്ടു അവരെ കൂട്ടത്തുനിന്ന്. അതായത് എല്ലാം വെട്ടിക്കണമെങ്കിലും അപ്പൊ ജമ്മാക്കുമ്പോ എന്തിനാ വാവുകൊണ്ട് നൂനോണ്ട് ജമ്മാക്കി എന്നൊരു ചോദ്യം. ബുദ്ധി ഇല്ലാത്തവരും ഇവിടെ ലോകത്തുണ്ടല്ല. അപ്പൊ പിന്നെ ബുദ്ധിയുള്ളവർക്കാണ് എന്ത് മുദക്കറ ആക്കലിന്റെ ജമ്മാണ് എന്ത് വാവും നൂനോണ്ടുള്ള ജമ്മ. ആമിരിമുവ മുദിരിബി എന്ന് പറഞ്ഞുകൊടുത്ത് ഷറഹിൽ കാണാം. മുദക്കർ സാലിമായിട്ട് വാവും നൂനും കൊടുത്തുകാണ് ജമ്മാക്കല്. ആക്കല് മുദക്കറായ പദത്തിന് മാത്രമേ അങ്ങനെ ജമ്മാക്കുള്ളൂ. അപ്പൊ അവിടെ ആക്കല് മുദക്കർ മാത്രമല്ലല്ല, അതിന് പറയാണ് ആക്കല് മുദക്കറിനെ തഗ്ലീബ് ചെയ്തതാണ്. മുബാലഗത്ത് എല്ലാം ഉൾപ്പെടും. ആലമീന് ആക്കല് മുദക്കർ അല്ലാത്തവർ ഉൾപ്പെടും. പക്ഷെ ഈ ജമ്മാക്കിന്റെ പദം ഉപയോഗിച്ചപ്പോ ഏത് പദം ഉപയോഗിച്ചു? മുദക്കറാക്കലിനെ ജമ്മാക്കുന്ന രീതിയിലേക്ക് ജമ്മാക്കിയത്. ഉദ്ദേശം തന്നെ മൊത്തത്തിലെ ആക്കലും അല്ലാത്തവരും പെടും. അപ്പം ഇവർക്ക് മുഖാലകത്ത് കൊടുത്തതാണ് എന്നർത്ഥം. മനസ്സിലായ? മുഖാലബത്തില വലിയ പറഞ്ഞാൽ അങ്ങനല്ല അർത്ഥം കിട്ടണത്. കലാഹിന് മുഖാലബത്ത് കൊടുക്കപ്പെട്ടു നിൽക്കും ആ ജിനാസുൽ മുഖ്തലിഫയിൽ നിന്നും. പിന്നെ എന്നാണോ? ഏത് അള്ളാഹു ജമ്മാക്കി നിർത്തേണ്ടത്. അള്ളാഹു മികപ്പിച്ചല്ലോ ആ ജിൻസുകളെ കൂട്ടത്തുന്നു. അപ്പൊ അതിനെ ജമ്മാക്കി അള്ളാഹു യാ കൊണ്ട് നൂന് കൊണ്ട് ജമ്മാക്കി. പിന്നെ ഉക്കലായിന് ശ്രേഷ്ഠത ഉണ്ടല്ല. അപ്പൊ അതിനെ തന്നെ തെരഞ്ഞെടുത്ത എന്തിനാ? ഉക്കലായിനിലേക്ക് തകലീവാക്കി മുഖാലബത്താക്കിക്കൂടെന്ന് ചോദിക്കണ്ട. ഉക്കലായിന് എന്തുണ്ടായതുകൊണ്ട്? ശ്രേഷ്ഠത ഉണ്ടായതുകൊണ്ട്. ഔസാഫിഹ് എന്ന് പറഞ്ഞ എന്താ? ഉക്കലായിന്റെ എല്ലാ വസ്ഫുകളും അങ്ങനെയാണല്ലോ ജമ്മാക്കല്, അതുപോലെ നിൽക്കും.
യാ കൊണ്ട് നൂനോണ്ട് ഇതിനെ ജമ്മാക്കി ഉക്കലായിനെ തഗ്ലീബാക്കി വഗല്ലബൽ ഉക്കലാ മിൻഹും ഫജമഅഹു മറ്റേ ആലമിനെ ജമ്മാക്കി എന്നാണ് ആലമിനെ കസായിരി ഔസാഫിഹിം അതിന്റെ മറ്റു ഇന്ത ദമീറ ഘട്ട മടക്കിക്കണ അതന്നെ ഉക്കലാഹിന്റെ മറ്റു വിശേഷണങ്ങളൊക്കെ അങ്ങനെ ജമ്മാക്കും പോലെ ഉക്കലാഹിനിക്കുള്ള വസ്തുക്കളെ ജമ്മാക്കൽ അങ്ങനെയാണല്ലോ. എന്ത് എങ്ങനെയാണ് പാവണ്ണു നൂനോണ്ടല്ലേ അതേപോലെ ജമ്മാക്കി. മനസ്സിലായില്ലേ? വഖീല അങ്ങനെ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കമാ തുജ്മഉ ഔസാഫുൽ ഉക്കലാഇ മുഖ്തസ്സത്ത് ബിഹിം. വഖീല പറയപ്പെട്ടു ഈ ആലമൂന എന്നുള്ളത് ഇസ്മുൻ, അതൊരു ഇസ്മാണ് അല്ലേ? ആലമൂനല്ലേ? അല്ലെങ്കിൽ ആലമാണ് ആലമാണ് അല്ലേ? ഇസ്മനത് ഇസ്മാണ്. ഉദയന് വെക്കപ്പെട്ടത് ഇല്ലി ബുദ്ധിയുള്ളവർക്ക് മാത്രം, ഇൽമുള്ളവർക്ക് മാത്രം ആലമെന്ന് പറയും. മാസിവ പുല്ലുകല്ല. എന്നാൽ മലായികത്തി മലക്കുകള് ഫസ്തഖലൈനി ഇരു ഭൂമിയെ ഭാരമാക്കുന്ന മനുഷ്യ ജിന്നുകളും വതനാവുലുഹു. അപ്പൊ ഈ ആലം ഉൾക്കൊള്ളിക്കല് വൈദികം മറ്റുള്ളവയെ അതിന്റെ വെപ്പ് ബുദ്ധിയുള്ളവർക്കാണ്. മറ്റുള്ളവർ അത് ഉൾക്കൊള്ളിച്ചത് അലാ സബീലിൽ ഇസ്തിത്ബാഇ താബി ആവല്ല റൂട്ടിന്റെ മേലാണ് അവരോട് കൂടെ. അപ്പൊ എല്ലാരും പെടുണ്ട്. പക്ഷെ വദയില് ആരാണ് മജാസായിട്ട് പെട്ടതാണ് നയിക്കും ബാക്കിയുള്ളത്. മനസ്സിലായ? അപ്പൊ തന്നെ ആലം എന്ന് പറഞ്ഞാല് നേരെ ബുദ്ധിയുള്ള ആലമാണ്. അപ്പൊ എന്താക്കി കുറെ ആലമിന്റെ ജിൻസിനെ പരിഗണിച്ചുകൊണ്ട് അജിനാസ് മുഖ്തലിഫിനെ പരിഗണിച്ചുകൊണ്ട് ബുദ്ധിയുള്ള പദത്തിനെ തന്നെ ജമ്മാക്കും പോലെ വാവുന്നവനും. കാരണം ആലം എന്ന് പറഞ്ഞ ബുദ്ധിയുള്ള ഇതിന് മാത്രല്ലേ പറയണുള്ളൂ. അതിന് വതേ പറയപ്പെട്ടു. ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത് ജനങ്ങളാണ്. പിന്നെ കുല്ല വാഹിദിൻ മിൻഹും. അപ്പൊ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാ എന്താ? ജനങ്ങളുടെ രക്ഷിതാവ് എന്നാവും. എന്താ ജനങ്ങൾക്ക് ആലം എന്ന് പേരിട്ടത്? അതൊക്കെ ഒരു ആലം തന്നെയാണ്. അന്നെ കുല്ല വാഹിദിൻ മിൻഹും, ജനങ്ങളിലെ ഓരോരുത്തരും നോക്കിയാലും നമ്മുടെ മുബശ്ശിറാവട്ടെ ഓരോരുത്തരെ നോക്കിയാലും ഓരോ ജനങ്ങളിൽ നിന്നുള്ള ഓരോ വ്യക്തികളും ആലമുൻ. അത് ആലമാണ്, ഒരു ലോകാണ്. ഇയാളൊരു ലോക എന്നൽക്ക് ഇന്നഹു യസ്തമിലു. ഓരോ കുല്ലവാഹിദായ ആളുകളും തന്നെ കുല്ലവാഹിദ് ഓരോ മനുഷ്യന്മാരും യസ്തമിൽ അത് ഉൾക്കൊള്ളിക്കല നളാഹിരി മാ ഒന്നിന്റെ തുല്യന്മാരെ മേല് ലോകത്ത് ഇവിടെ എന്തൊക്കെ ഉണ്ട് അതിൽ അതൊക്കെ ഇയാളെ ഉള്ളിലുണ്ട്. ഇപ്പൊ സംഭവം ലോകത്തുള്ള ഒന്നിന്റെ നദീറുകള് തുല്യ വസ്തുക്കളുടെ മേലെ ഒരു വ്യക്തികൾ തന്നെ ഓരോ വ്യക്തികളും എന്താക്കുന്നുണ്ട്? നിശ്ചയം കുല്ലവാഹിദായ ഓരോ വ്യക്തിത്വങ്ങളും ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പിന്നെ ആലമിൽ കബീരി, വലിയ ഈ കബീറായ ആലമിലുള്ള ഒന്നിന്റെ നദീറിന്റെ മേൽ ഉൾക്കൊള്ളിക്കും. എന്തൊക്കെയുണ്ട് ഇയാളില് പഠിച്ചോനെ? മിനൽ ജവാഹിരി, ജൗഹറുകളുണ്ട്, അയറാളുകളുണ്ട്. അത് ഇയാള് മാത്രം മതി, ഇതുകൊണ്ട് തന്നെ അറിയപ്പെടും. അങ്ങനെയുള്ള നദീറുകളാണ് ഇയാളിലുള്ളത്. അസ്വാനി സുത്താബിനെ ഇതുകൊണ്ട് തന്നെ അറിയപ്പെടും, വേറെ ഒന്നായിട്ട് വേണ്ട. കമായോലമു അറിയപ്പെടും പോലെ, അള്ളാഹുവിനെ അറിയപ്പെടും പോലെ, കമായോലമു അവനെ അറിയപ്പെടും പോലെ, ഭീമ ഒന്നുകൊണ്ട് അബദാഹു അള്ളാഹു നിക്ഷേപിച്ച സൂക്ഷിച്ച ആലമി ആലമിൽ സൂക്ഷിച്ചതായ ഒന്നുകൊണ്ട് അള്ളാഹുവിനെ അറിയപ്പെടും പോലെ ഒരു വ്യക്തിയിലുള്ള ഒന്നുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അറിയപ്പെടും. അതുകൊണ്ടാണ് രണ്ടിലും ചിന്തിക്കാം. ആലമിലും ചിന്തിക്കണം, ഈ ഓരോ കുല്ലുവാഹിദിലും ചിന്തിക്കാം.
ഈ രണ്ടിലുമുള്ള ചിന്ത സമമാക്കി. അള്ളാഹു സമമാക്കി. രണ്ടിലുള്ള ചിന്തയുടെ ഇടയിൽ അള്ളാഹു സമമാക്കി. അള്ളാഹു പറഞ്ഞല്ലോ, നിങ്ങളുടെ സ്വന്തം ശരീരത്തിൽ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ കാണുന്നില്ലേ? ബസീറത്ത്, ഉൾക്കാഴ്ചയുള്ളവരാകുന്നില്ലേ? റബ്ബി എന്നുള്ളടത്ത് റബ്ബാന്നുണ്ട്, അലൽ മദിഹി. അപ്പൊ അംദഹു അൽഹംദുലില്ലാഹി റബ്ബൽ ആലമീൻ. അത് ഷാദായ ഖിറാഅത്ത്. അവനിദാ യാ റബ്ബൽ ആലമീൻ ഉണ്ട്. ഔ ബിൽ ഫീലില്ലദി, അല്ലെങ്കിൽ അഹ്മദൂന്ന് വെച്ചെടുക്കുക. അൽഹംദുലില്ലാഹ് പിന്നെ അഹ്മദൂൻ, അല്ലെങ്കിൽ ഒരു ഫീല് കൊണ്ട് അല്ലദീ ദല്ല അലൈഹി അൽഹംദു. അൽഹംദു എന്ന ആ ഹംദ് അറിയിച്ചതായ ഒരു അഹ്മദു എന്ന് വെച്ചെടുക്കുക. എന്നിട്ട് അതിനെ മഫ്ഊലാക്ക റബ്ബ. മനസ്സിലായ? ഈ റബ്ബുൽ ആലമീൻ എന്ന പദത്തിലുണ്ട്, മൊത്തത്തിൽ പറയണേ, എവിടത്തുമായുണ്ട്, മൊത്തം റബ്ബുൽ ആലമീൻ എന്ന പദത്തിലുണ്ട്. ദലീലുണ്ട് അല്ല അനൽ മുംകിനാത്തി, അങ്ങനല്ല വായിക്കല്. എന്താ കാരണം? അന്നൽ മുംകിനാത്തി, മനസ്സിന്റെ ഇറവെന്താ? തത്വമുണ്ട് അല്ലേ? നിശ്ചയം മുംകിനാത്തുകൾ കമാഹുവ, അത് ആണ് മുഫ്തഖിറത്തുൽ മുഹദ്ദിസി, സൃഷ്ടിച്ചവനിലേക്ക് ആവശ്യമാണ്. അലൗദൂത്യത്ത് സൃഷ്ടിക്കുന്ന സമയത്ത്, പുതുതായി ഉണ്ടാകുന്ന സമയത്ത്. അതുപോലെ മുഫ്തഖിറുൽ മുബ്ഖി, അതിനെ നിലനിർത്തുന്നവനിലേക്ക് ആവശ്യമാണ്. ഹാലബക്കായത് സൃഷ്ടിച്ചാൽ വിട്ടാൽ മാത്രം അള്ളാഹുലേക്ക് ആവശ്യമാണ്. സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ വളരാനും നിലനിൽക്കാനും അള്ള വേണ്ട എന്ന് ചിന്തിക്കണ്ട. അത് പിന്നീട് ഇവിടെ ഓരോ സെക്കൻഡിലും ആര് നിയന്ത്രണമാണോ? സൃഷ്ടാവിന്റെ. അപ്പൊ റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോഴേ ഓരോ സെക്കൻഡിലും ഇങ്ങനെ വളർത്തി കൊണ്ടുവരുന്നവൻ. അപ്പൊ ബഖായിലും അള്ള വേണം, ലോകത്തിന്റെ നിലനിൽപ്പിനും അള്ള വേണം എന്ന് വന്ന് പിന്നെ റഹ്മാനി, റഹ്മാനായ, റഹീമി, അനുഗ്രഹം ചെയ്യുന്നവൻ, നന്മ ചെയ്യുന്നവൻ. അള്ളാഹുവിനാണ് സർവസ്തുതി എന്നല്ല നേരത്തെ പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ് അവൻക്ക് സ്തുതി കൊടുക്കുന്നത്? അവൻ അള്ളാഹയതിനു വേണ്ടി, അവന്റെ ദാത്ത് അള്ളാഹുവിന്റെ ദാത്തായതിനു വേണ്ടി തന്നെ. പിന്നെ എന്തിനു വേണ്ടിയും റബ്ബിൽ ആലമീന് ആയതിനു വേണ്ടി എന്ന് പറഞ്ഞു ട്ടോ. ആദ്യം അൽഹംദുലില്ലാ പറഞ്ഞിട്ട് അതിന്റെ കാരണങ്ങളാണല്ലോ പറഞ്ഞത്. ലില്ലാഹി, അള്ളാഹ് ആയതിനു വേണ്ടി. പിന്നെ ലോകത്തെ മുഴുവനും നിയന്ത്രിച്ച് ലോകം എന്ന് പറഞ്ഞാല് ആകാശ ഗാലക്സി കൂട്ടങ്ങളടക്കം സർവവും എല്ലാം പരിപാലിച്ച് ഇങ്ങനെ വളർത്തുന്നവനായതിനു വേണ്ടി. പിന്നെ എന്തായതിനു വേണ്ടിയും അവൻ സർവ അനുഗ്രഹങ്ങളും ചെരിയുന്നവനായതിന് വേണ്ടിയും കാരണമാണത്. അൽഹംദുലിന്റെ കാരണം. നേരത്തെ ബിസ്മിയിൽ പറഞ്ഞിരുന്നു, ഇനി ആവർത്തിച്ചു, കാരണമാക്കാൻ വേണ്ടി. നമ്മൾ അതിനെ പിന്നീട് വിവരിച്ചു തരും. മുസന്നിഫ് പറയാണ്, നമ്മളതിനെ പിന്നീട് വിവരിച്ചു തരും. അപ്പൊ എന്തെല്ലാന്നർത്ഥം? ആദ്യ ആവർത്തനം പറഞ്ഞിട്ട് പിന്നെ റഹ്മാൻ റഹീം ആവർത്തനമാണെന്ന് വിചാരിക്കണ്ട. റഹ്മാൻ റഹീം എന്നത് ആവർത്തനമാണെന്ന് വിചാരിക്കണ്ട. മാലിക് യൗമിദ്ദീൻ, ആലിമിനാണ് സർവസ്തുതി എന്ന് പറഞ്ഞാല് ഇൽമുള്ളതിന് വേണ്ടി അർത്ഥം കിട്ടുമല്ല. വസ്ഫ് കൊണ്ട് ഒരു ഹുക്മ ചെയ്താല് വസ്ഫ് തഅലീലാണ് അർത്ഥം കിട്ടും. ആലിമിനെ ബഹുമാനിക്കുക പറഞ്ഞാല് ഓനെ ആ ദാത്തിന് വേണ്ടിയല്ല ബഹുമാനിക്കുന്നത്, ഇൽമുണ്ടായതിനു വേണ്ടി ബഹുമാനിക്കുക. മാലിക് യൗമിദ്ദീൻ, അള്ളാഹുവിന്റെ സർവാനുഗ്രഹങ്ങളും നമ്മളെ ഈ സമയത്ത് ഓർക്കണം. ഫാത്തിഹ ഓതുമ്പോ സർവസ്തുതിയും എന്നാണ് പറഞ്ഞത്. അവിടെ തന്നെ അലിഫ്ലാം ഇട്ടാ പറഞ്ഞത്. അതോടുകൂടെ അവൻ റബ്ബുൽ ആലമീൻ എന്ന് പറയുമ്പോ ഖൗഫ് വരും.
ലോകം മുഴുവനും അടക്കി ഒതുക്കി പരിപാലിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നവനാണ് അവൻ. കമാലിയത്തിന്റെ എല്ലാ വസ്തുക്കളും ഉൾക്കൊള്ളിച്ച അള്ളയാണെന്ന് ആദ്യം പറഞ്ഞു. പിന്നെ റബ്ബിൽ ആലമീൻ, ലോകം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പെടും അതൊക്കെ ചിന്തിച്ചിട്ട് പറയുമ്പോ ഇത് മുഴുവനും നിയന്ത്രിക്കുകയും ഇതിനെ സൃഷ്ടിക്കുകയും ഇത് മുഴുവനും ഓരോ സെക്കൻഡിലും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ റബ്ബ്. അപ്പൊ എന്ത് വരും? ഒരു മനസ്സില് ആ റബ്ബിനോട് ആ പറയുമ്പോ ഒരു ഖൗഫ് വരും. അല്ലാതെ എന്നാ ഒരു സാധനല്ല. ഇത് മുഴുവനും പരിപാലിക്കുന്നവനാണ് പഠിച്ചോനെ എന്ന ആ ഖൗഫ് അളമത്ത് കൊണ്ട് വരും. അപ്പൊ ആ അളമത്തിലായിട്ടുള്ള നിസ്കാരമാണ് പിന്നെ നടത്തേണ്ടത്. അല്ലാഹു അക്ബർ പറയുമ്പോ തന്നെ അളമത്ത് വന്ന് പിന്നെ നടത്തുമ്പോ ആ അളമത്തിനെ എങ്ങനെ ചിന്തിച്ചു കൊണ്ടുള്ള നിസ്കാരമായിരിക്കും പിന്നെ നടത്തുന്നത്, അല്ലാതെ പൊട്ട നിസ്കാരമല്ല. അതോടുകൂടെ അത് പറയുമ്പോ അളമത്ത് പോകാനാണ് അല്ലാഹു തആല അവൻ നന്മകള്, സർവ്വ നന്മകളും ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ ദുന്യാവിലാവട്ടെ ആഖിറത്തിലാവട്ടെ സർവാനുഗ്രഹങ്ങളും എന്താക്കുന്നവനാണ്, നൽകുന്നവനാണ്. അപ്പൊ ഒരു അനുഗ്രഹം പോലെ അവൻ്റെതല്ലാത്ത ഒരു അനുഗ്രഹം പോലും ഇല്ല അവൻ. അപ്പൊ അവരെന്ത് വന്ന് അള്ളാഹുവിന്റെ സ്നേഹത്തെ നമുക്ക് ഓർമ്മിക്കൽ വന്ന്. റബ്ബുൽ ആലമീൻ എന്ന് പറയുമ്പോ നന്നാക്കി ഖൗഫായ ഒരു മനുഷ്യനാണെങ്കിൽ അപ്പൊ തന്നെ ചിലപ്പോൾ അവന് നിയന്ത്രണം കിട്ടൂല. അവൻക്ക് എന്ത് വരും? ഭയം വന്നിട്ട് ചിലപ്പോ ഭയം ശക്തിയായാല് ബോധക്കേട് സംഭവിക്കുകയോ അല്ലെങ്കിൽ വീണുപോകുകയോ പേടിച്ചു പോകും. അപ്പൊ തന്നെ അല്ലാഹു തആല എന്ത് പറയാണ്? അവൻ സർവാനുഗ്രഹം തന്നവനാണ്. അതോടുകൂടെ അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മളെ വ്യക്തിപരമായിട്ട് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും ലോകത്തെ സർവ്വ അനുഗ്രഹത്തിന്റെ ഒന്നായിട്ട് ആണ്. അത് മുഴുവനും ഓർക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് എന്ത് പറയുമ്പോ അർ-റഹ്മാൻ റഹീം എന്ന് പറയുമ്പോ അത് മുഴുവനും ഓർക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ്. അങ്ങനെ ഓർത്താ പിന്നെ അവനോടുള്ള സ്നേഹമാണ്. അള്ളാഹു അനുഗ്രഹം ചെയ്യുന്നവനാകും അവനോട് സ്നേഹമാണ്. അപ്പൊ ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ടത് വെറും ഖൗഫ് മാത്രമല്ല, വെറും റജാവ് മാത്രമല്ല. റജാവോട് കൂടെ തെറ്റെങ്ങനെ ചെയ്ത് നടന്നാലും പറ്റൂല. ഖൗഫും വേണം, അതോടുകൂടെ റജാവ് വേണം. അനുഗ്രഹത്തെ പോയി ഓർക്കുകയും വേണം. അവന് അവന്റെ നിയന്ത്രണം മനസ്സിലാക്കി കണ്ടായിരിക്കണം. ആരോ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ചൊല്ലുന്നത് എന്തുകൊണ്ട് അലീം അവിടെ കൂട്ടിയത്? നമ്മൾ തെറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? അള്ളാഹുവിന്റെ അളമത്ത് എന്താക്കാത്തത് കൊണ്ടാണ്, ചിന്തിക്കാത്തത് കൊണ്ടോ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ അളമത്ത് മനസ്സിലാക്കിയാൽ തെറ്റ് ചെയ്യലേക്ക് പോകൂല. തെറ്റ് ചെയ്യാതിരിക്കുന്നത് നരകത്തെ ഭയന്നതിന് വേണ്ടി ആവരുത്. പിന്നെ എന്തിനു വേണ്ടി ആവണം? അള്ളാഹുവിന്റെ അളമത്തിനെ അള്ളാഹുവിനെ ഭയന്നിട്ട് ആവണം. അല്ലാതെ നരകത്തിന് ഭയന്നിട്ട് തെറ്റ് ചെയ്യുന്ന അള്ളാഹനെ അല്ല പേടിക്കുന്നത്, ശിക്ഷയല്ല പേടിക്കേണ്ടത്. എന്തിനെ പേടിക്കേണ്ടത്? അള്ളാഹിനെയാണ് പേടിക്കേണ്ടത്. അപ്പൊ ഇസ്തിഗ്ഫാറിന്റെ കൂടെ അൽ അലീം കൂട്ടാനുള്ള കാരണം എന്താണ്? ആ അളമത്ത് ഇങ്ങനെ ഓർത്തുകൊണ്ടുള്ള ഇസ്തിഗ്ഫാർ ആകുമ്പോ പിന്നെ തെറ്റിലേക്ക് പോകുമ്പോ എന്നൊരു 100 വട്ടം അളമത്ത് ഓർത്താല് പിന്നെ തെറ്റിലേക്ക് പോകുമ്പോ അവിടെ അളമത്ത് പിന്നെ ഓർമ്മ വരില്ല. അതുകൊണ്ട് അല്ലാതെ അല്ലാഹു റഹീം എന്ന് പറഞ്ഞാൽ പോരില്ല. അസ്തഗ്ഫിറുല്ലാഹ് റഹീം അസ്തഗ്ഫിറുല്ലാഹ് റഹ്മാൻ പറയാതെ തെറ്റ് ചെയ്തത് നമുക്ക് എന്ത് പോയതാണ്, നഷ്ടപ്പെട്ടതാണ്. കാരണം അള്ളാഹിനോടുള്ള അളമത്ത് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് തെറ്റ് ചെയ്യുന്നത്. അപ്പൊ അളമത്തിനെ ഓർത്തുകൊണ്ട് റിവേഴ്സ് ചെയ്തെടുക്കണത്. അതാണ് അലീമും കൂടി കൂട്ടിയത്. പിന്നെ മാലിക് ഒക്കെ ഓർത്ത് ചൊല്ലിയാല് തെറ്റിലേക്ക് പിന്നെ പോകാതെക്കാൻ ശ്രമിക്കും. മാലിക് ഉടമസ്ഥൻ, അവിടെ മലിക്കുന്ന അലിഫിന് ഇടൂല, എത്തില് രണ്ടും ആദാൻ കഴിയുന്ന നിലക്കാണ് എഴുതിയത്. മലിക്കി എന്നും ദീന് എന്ന് പറഞ്ഞ ദാന പ്രതിഫലം എന്നർത്ഥമുണ്ട്. പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനായ. പിന്നെ ഖറഅഹുന അലിഫ് കൊണ്ട് ഓതിനേക്കും. ഖറഅഹു ആസിമൻ, ഇതിങ്ങനെയാണ് ആസിം ഓതിയത്. വൽ ഖസാഇയോ വയാഖൂബ്, നമ്മളെ 7 ഇമാമുമാരിൽപ്പെട്ട ഒരു 3 ഇമാമായി. ആസിം നമ്മളെ ഇമാമാണ് ട്ടാ.
ഈ അലിഫുള്ള ഖിറാഅത്തിനെ ശക്തിയാക്കുന്നുണ്ട് ഖൗലുഹു അല്ലാഹുവിന്റെ മറ്റൊരു വചനം തആല യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ അന്നത്തെ ദിവസം ലാ തംലികു നഫ്സുൻ ഒരു ശരീരവും മാലിക്കാവൂല അണ്ടാ മാലിക് അപ്പൊ ഇവിടെ അല്ലയാണ് മാലിക് എന്ന് പറഞ്ഞതിന് ശക്തിയാകുന്നുണ്ട് ഒരു ശരീരവും മറ്റൊരു ശരീരത്തിനിക്ക് വേണ്ടി ഉടമയാക്കൂല ഒരു വസ്തുവിനെ ഉടമയാക്കൂല എല്ലാം ഒരു കാര്യമാവുന്ന അന്നേ അള്ളാഹുവിനാണ് പിന്നെ ബാക്കിയങ്ങളും അതി അപ്പം 4 കാര്യങ്ങളും അതിയതാണ് അപ്പം എന്ത് മലിക്കി എന്നാണ് ഓതിയത് പിന്നെ അതാണ് പോലും മുഖ്താർ ഹറമൈനിലെ ഓത്തതാ ചിലര് 2 ഖിറാഅത്തിനിങ്ങട്ട് മുഖ്താറാക്കിയാണ് പറഞ്ഞതാ നല്ലത് ഒന്നിനെ ബാത്തിലാക്കാൻ പാടില്ല മുതവാത്തിറായ ഖിറാഅത്തുകളാണ് രണ്ടും ഒന്നിനു വേണ്ടി തർജീഹാക്കണ സമയത്തെ ആരെങ്കിലും എന്ത് ചെയ്യും ചിലപ്പോ ഇതിനങ്ങട്ടെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി മറ്റീനങ്ങട്ടെ ബാത്തിലാക്കാൻ നോക്കും അത് ശ്രദ്ധിക്കണം അത് ചില ആളുകളിൽ നിന്നും ചില മുസന്നിഫീങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ശരിയല്ല തെറ്റ് പിന്നെ അന്നഹു മുഖ്താർ ഇതിന്റെ ഇല്ലത്തുകൾ പറയാ ഹറമീന്റെ വാത്താണ് വലിയ കൗലി അന്നഹു മുഖത്ഫ കണ്ടില്ലേ അന്നഹുനെ അള്ളാഹുവിന്റെ വാക്കിന് വേണ്ടിയും മലിക്കിന്റെ ഖിറാഅത്തിനുള്ള ദലീല പറയുന്നത് ലിമനിൽ മുൽക്കുൽ യൗമ ആർക്കാണ് അന്ന് മുൽക്ക് ഭരണാധികാരം ഉടമസ്ഥാവകാശം എന്നല്ല മാലിക്കിന്റെ അർത്ഥമല്ല മലിക്കിന്റെ അർത്ഥം പറയുന്നത് മലിക്കാരനാ രാജാവായെന്നല്ല അർത്ഥം അപ്പൊ അൽ മുൽക്കു അധികാരം രാജ്യത്വം പിന്നെ വലിമ മൂന്നാമത്തെ കാരണം ഈ മലിക്കിലുണ്ട് ഒന്നിനു വേണ്ടിയും ഈ മലിക്കിലുണ്ട് മിനത്താലീമി കൂടുതൽ താലീമുണ്ട് ഉടമസ്ഥ എന്ന് പറയുന്നതിനെക്കാട്ടിയും രാജാവ് എന്ന് പറയുമ്പോഴല്ലേ താലീമുള്ളത് അല്ലേ ഈ മാലിക്കിന്റെ അർത്ഥം എന്താ ഉടമയാക്കപ്പെട്ട വസ്തുക്കളെ കൈകാര്യം ചെയ്യുന്നവെന്നാണ് കൈപ്പശാവ് നിർദ്ദേശിച്ചതുപോലെ അത് മിനൽ മിൽക്കി മാലിക് എന്നത് എന്തിൽ നിന്നുള്ളതാണ് മലിക്ക മുൽക്കിൽ നിന്നുള്ളതാണ് മലിക് മുൽക്കിൽ നിന്നും മാലിക് മിൽക്കിൽ നിന്നുള്ളതാണ് മിൽക്ക് ഉടമസ്ഥൻ മാലിക് മുൽക്ക് രാജാവ് വൽ മലിക്കു മലിക്ക് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ അർത്ഥം മാലിക് വസ്തുക്കൾ ഉടമയുള്ള വസ്തുക്കളിൽ ഉദ്ദേശിച്ചതുപോലെ കൈകാര്യം ചെയ്യുന്നവൻക്കാണ് എന്താ പറയാ മാലിക്കിന്റെ വായന മനസ്സിലായില്ലേ ഓർമ്മയാണോ മലിക്ക് എന്ന് പറഞ്ഞാൽ എന്താ കൽപ്പന കൊണ്ടും വിരോധം കൊണ്ടും കൽപ്പിക്കപ്പെടുന്ന വസ്തുക്കളിൽ കൈകാര്യം ചെയ്യുന്നവർ കൽപ്പിച്ചു കൊണ്ടുള്ള കൈകാര്യം ചെയ്യടാ എന്നുള്ള രാജാവിന്റെ പ്രത്യേകത കൽപ്പിക്കപ്പെടുന്ന വസ്തുക്കളിൽ കൽപ്പന കൊണ്ടും വിരോധം കൊണ്ടും കൈകാര്യം ചെയ്യുന്നവൻ മിനൽ മുൽക്കിൽ നിന്നുള്ളതാണ് ഓതപ്പെട്ടിരിക്കുന്നു മൽക്കി നിൽക്കും ബിസ്കാനില്ലാമി തഖ്ഫീഫൻ മനസ്സിലായ മൽക്കി പിന്നെ മലക്ക എന്ന് ഒതിക്കുന്നു പേരിന്റെ പദം കൊണ്ട് മാലിക്കൻ മാലിക് യൗമിദ്ദീൻ എന്നുള്ളിടത്ത് മാലിക്കൻ ഓദിക്കണം മാലിക്കൻ പദത്തിന് നെസ്പാണ് അപ്പൊ മത് അംദഹു മാലിക് എന്നർത്ഥം കൊടുത്തു അല്ലെങ്കിൽ ഹാലാക്കും ആയ നിലക്ക് നെസ്ബിക്കുമ്പോ പിന്നെ മാലിക്കുന്ന് മുനവ്വനായ റഫ് കൊണ്ടുണ്ട്
മാലിക്കുൻ. അല്ല നൗ ഖബറു മുദാഫായിട്ടുണ്ട്. അപ്പൊ എങ്ങനെ മാലിക്കുൻ യൗമദ്ദീൻ അങ്ങനെ ഇരിക്കും. മാലിക്കു യൗമിദ്ദീൻ ഇലാഫത്താവുമ്പോ അങ്ങനല്ലേ, തൻവീൻ കൊടുക്കാതെ മാലിക്കുൻ യൗമദ്ദീൻ. മാലിക്കുൻ എന്ന് പറയുമ്പോ യൗമ എന്ന് പറയേണ്ടി ഇരിക്കാരോ, മനസ്സിലായ? അല്ലെങ്കിൽ മുദാഫിലാക്കിയാണ്. അല്ല നൗ ഖബറു മുബത്ത് വായിച്ചാ കളപ്പെട്ട മുത്താന ഖബറായിട്ട്. ആ എന്താ മോനെ ഇയാളോ വായിക്കാത്തത്? മേലൊക്കെ നോക്കി നടക്കും. ആ മാലിക്ക് അവിടെ ഇതുവരെ അലിഫോണ്ട് കൂടെയാണ് പറഞ്ഞിട്ടത്. ഈ മലിക്ക് എന്ന കിറാത്തനുസരിച്ചുള്ളത് പറയാണ്. മനസ്സിലായ? എന്താ പ്രശ്നം? നമ്മള് മലിക്കി അതൊക്കെ അല്ലേ? മലക്ക അത് കഴിഞ്ഞി. പിന്നെ മാലിക്കൻ അവിടെ അലിഫുള്ള കിറാത്താണ്. മാലിക്കുൻ അവിടെ അലിഫുള്ള കിറാത്താണ്. ഇനി മാലിക്കുൻ മലിക്കൻ മുലാഫൻ മുലാഫായിട്ടാണ് അവിടെ. പിന്നെ എന്താക്കാൻ പറ്റൂല, യൗമക്ക് നെസ്ബ ചെയ്യാൻ പറ്റൂല. കാരണം രാജാവ് എന്ന് പറയുമ്പോ അവിടെ ഒരു എന്തില്ല, ഉടമയാക്കിയവൻ ദിവസത്തെ എന്നുള്ള മഫൂലാക്കി പറയാൻ പറ്റൂല. എന്ത് പറയുമ്പോ മലിക്ക് എന്ന് പറയുമ്പോ എന്തേ പറയാൻ പറ്റുള്ളൂ? മുദാഫായിട്ടേ വായിക്കാൻ പറ്റുള്ളൂ. എങ്ങനെ മലിക്ക യൗമിദ്ദീൻ നമുക്ക് ഓതാ. പിന്നെ എങ്ങനെ കിറാത്തുണ്ട് മലിക്ക യൗമിദ്ദീൻ. പിന്നെ എങ്ങനെ ഉണ്ട് മലിക്കു യൗമിദ്ദീൻ. അവിടെ എന്തില്ല, തൻവീൻ കൊടുത്തിക്കാണ്ട് മലിക്കുന്ന് കൊടുത്തിക്കാണ്ട് യൗമാന്ന് നസ്ബാക്കിയാണ്ടുള്ള ഓത്തില്ല. എവിടെ ഓതാ അങ്ങനെ? മാലിക്കൻ എന്നിടത്ത് മാലിക്കൻ യൗമദ്ദീൻ ഓതാ. അതാണ് മാലിക്കെന്ന് നെസ്ബോണ്ട് ഓതിക്കണ പറഞ്ഞത് ഇല്ല. നെസ്ബോണ്ട് ഓതുമ്പോ ഇലാഫത്തില്ലാന്ന മനസ്സിലാണ് ഇല്ല. മാലിക്കൻ യൗമദ്ദീൻ ഇലാഫത്തിന്റെ അവിടെ കഥ പറഞ്ഞില്ല. അവിടെ ഇലാഫത്തിന്റെ കഥ അവിടെ പറഞ്ഞില്ല. മാലിക്കുന്റെ അവിടെ എന്ത് പറഞ്ഞു? തൻവീനും മുലാഫും ഉണ്ട് എന്ന് പറഞ്ഞു റഫ് ചെയ്യുമ്പോ. മനസ്സിലായ? മാലിക്കു യൗമിദ്ദീൻ മാലിക്കുൻ യൗമദ്ദീൻ അല്ലേ? റഫുണ്ട്. റഫ് മുനവനായിട്ടോ അതിക്കൂടെ ഉസ്താദേ? അപ്പൊ മാലിക്കുൻ യൗമദ്ദീൻ അതാ റഫ് മുദാഫായിട്ടോ അതിക്കൂടെ ഉസ്താദേ? അപ്പൊ മാലിക്കു യൗമിദ്ദീൻ എന്താ പറഞ്ഞത്? മുബശ്ശിറ രണ്ടാമത്തെ രീതി നോക്കുങ്ങള്. മാലിക്കുൻ എന്നിടത്ത് റഫാക്കി ഓതുക. അങ്ങനെ അവിടെ തൻവീൻ കൊടുത്തു അതാ. അപ്പൊ യൗമ എന്ന് പറയേണ്ടി വരും. കാരണം മഫൂലാക്കി കണ്ടേ. തൻവീൻ കൊടുക്കുമ്പോ മുദാഫിലെ അല്ലല്ലോ, അപ്പൊ മഫൂലനാക്കേണ്ടി വരും. റഫായിട്ട് ഓതുമ്പോഴാട്ടാ പറയുന്നത് മാലിക്കുൻ യൗമദ്ദീൻ. അല്ലെങ്കിൽ റഫനെ മുദാഫിലേക്ക് മാലിക്കു യൗമിദ്ദീൻ. റഫ യൗമ തൻവീൻ കൊടുത്തു അതാ തൻവീൻ കൊടുക്കാതെ. അപ്പൊ യൗമക്ക് രണ്ട് രീതിയിൽ വരും. അത് വാക്കായില്ല ആ പറഞ്ഞത് മാലിക്കുന്ന്. പിന്നെ ഇവിടെ മാലിക്കെന്ന് അതിന്റെ തൊട്ട് മുന്നേ പറഞ്ഞത്. അവിടെ മനസ്സിലാകുന്നത് എങ്ങനെ ഓതണം എന്നാണ്. നസ്ബ് ചെയ്ത് കാണ്ട് ഓതണം. തൻവീൻ ഉണ്ട് എന്നാ മനസ്സിലാകുന്നത്. കാരണം മൂപ്പര് മാലിക്കെന്ന് തൻവീൻ കൊടുത്തുകാണ്ട് അലിഫൊക്കെ ഇട്ടുകാണ്ടല്ലേ ഉസ്താദെ പറഞ്ഞിട്ടുണ്ടത്. അലിഫിട്ട് നമുക്ക് മനസ്സിലാക്കിക്കൂടെ അവിടെ തൻവീൻ ഉണ്ട് എന്ന്. നസ്ബ് ചെയ്യുമ്പോ മൂപ്പര് എന്ത് കൊടുക്കണ്ടേ? മാലിക്കൻ യൗമദ്ദീൻ. എന്തല്ല യൗമിദ്ദീൻ ഇല്ല. കാരണം അവിടെ അലിഫ് മാലിക്കന്റെ അലിഫ് ഇട്ട് എടുത്തിക്കണേ. മനസ്സിലായില്ല? അപ്പൊ എന്തുണ്ടാവില്ല? മുദാഫിലയാക്കിക്കാണ്ട് ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. ഇനി പറയട്ടെ, മലിക്കിന്റെ അവിടെ എങ്ങനെയുണ്ട്? മുദാഫൻ അവിടെ മുദാഫായിട്ടേ ഉള്ളു, മുനവ്വൻ ഇല്ല. റഫുണ്ട് നസ്ബുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ആ വാക്കെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ യൗമുദ്ദീൻ എന്നുള്ളത് യൗമുദ്ദീൻ മൂർത്തിയാക്കാം. യൗമുൽ ജസാ യൗമുദ്ദീൻ ആകുന്നത് എന്ത്? ജസാഇന്റെ ദിനം എന്നാണ് അർത്ഥം.
വമിനു അതിൽ പെട്ടതാണ്. അതായത് ദീൻ എന്ന് പറഞ്ഞാല് ജസാഇന്റെ അർത്ഥമാണ്, പ്രതിഫലം എന്നർത്ഥം. അതിൽപ്പെട്ടതാണ് കമാ തദീനു തുദാനു എന്ന് പറഞ്ഞിട്ടുണ്ട്. കമാ തദീനു നീ പ്രതിഫലം നൽകുന്നത് പോലെ തുദാനു നിനക്ക് അങ്ങോട്ടും കിട്ടും, പ്രതിഫലം കിട്ടും. നീ ഒരാൾക്ക് അങ്ങോട്ട് പ്രതിഫലം നൽകും പോലെ തുദാനു നിനക്കും പ്രതിഫലം കിട്ടപ്പെടും. വമിൻഹു അതിൽ പെട്ടതാണ് കമ എന്നതാവുന്നത്, കമാ തദീനു ആവുന്നത്. ബൈത്തുൽ ഹമ എവിടുക്കത്ത് മിൻഹു എന്ന് പറഞ്ഞ ഖബറിന്റെ മൂത്താമക്കത്ത് ഏതമുത്ത വമിൻഹു അതിൽ പെട്ടതാണ് കമാ തദീനു തുദാനു എന്ന പദമാകുന്നത്. ബൈത്തുൽ ഹമ സത്യമാസന്റെ കവിതയുമാകുന്നത്. ഫലം യബ്ഖ സിവാ അൽ അദ്വാ ദന്നാഹും കമാ ദാനു വലം യബ്ഖ സിവൽ ഉദ്വാനി ദന്നാഹും ഉദ്വാനായിരിക്കും ശത്രുത എന്നുള്ളത്. വലം യബ്ഖ ബാക്കില്ല ഫായില് സിവൽ ഉദ്വാനി ശത്രുത അല്ലാതെ ബാക്കിയില്ല. സിവൽ ഉദ്വാൻ ഉദ്വാനല്ലാതെ ബാക്കിയില്ല. ദന്നാഹും അവൻ അവർക്ക് പ്രതിഫലം നൽകി. അവർ ഇങ്ങോട്ട് പ്രതിഫലം കൊടുത്തതുപോലെ അവൻ അവർക്ക് പ്രതിഫലം നൽകി അവർ ഇങ്ങോട്ട് ചെയ്തതുപോലെ. എന്ന് പറഞ്ഞാൽ അമീർ തന്നെയാണ് ഈ ദാനു എന്ന് പറഞ്ഞാൽ അത് അമീറും അടങ്ങുന്നത്. അവർക്ക് ഇവന് നല്ല കൊടുത്ത് കമാദാന അവരിങ്ങോട്ട് കൊടുത്ത മതി. അപ്പൊ ധന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദാന എന്ന് പറഞ്ഞ ദാനു അല്ലെ, ദാന യദീനു തദീനു ഫഅല. അപ്പൊ കാല വസ്ന ബാ വസ്ന അജ്വഫ. ദാനന്റെ അർത്ഥം പ്രതിഫലം നൽകി. പിന്നെ അല്ലാഹ മാലിക് യൗമിദ്ദീൻ, മാലിക് എന്ന ഇസ്മു ഫായിലിനെ യൗമിദ്ദീൻ എന്ന ലർഫിലേക്ക് എന്താക്കി? മുലാഫിനിലാക്കി അല്ലേ ഉസ്താദ്? മാലിക് എന്ന ഇസ്മു ഫായിലിനെ യൗമിക്ക് ലാഭത്തെ എഴുതിയപ്പോ അല്ലാഹു ഇസ്മൽ ഫായിലി മാലിക് എന്ന ഇസ്മു ഫായിലിനെ അല്ലാഹു ഇലാഫത്ത് ചെയ്തു ഇല ലർഫി യൗമി എന്ന ലർഫിലേക്ക്. ഇജ്റാഅൻ ലഹു ആ ലർഫിനെ നടത്തി വേണ്ടി മുജിറ അജറ യുജിറി എന്നുള്ള പദം പറയുമ്പം ഇസ്മുഫലെ മീമായിട്ട് വായിക്കണം. അതിന്റെ ശേഷമുള്ള ഇങ്ങനത്തെ മുഫല് ആ ജറായജിരി ആകുമ്പോ മജറ എന്ന് വായിക്കണം. ഏതുപോലെ ഇവിടെ കാമയക്കൂമുവിന്റെ ശേഷം മക്കാമു എന്ന് വായിക്കണം. അക്കാമ യുക്കീമുവിന്റെ ശേഷം മുക്കാമ എന്ന് വായിക്കണം. ഉക്കീമ അവിടൊക്കെ മുക്കാമ എന്ന് വായിക്കണം. പിന്നെ ഇജറ അല്ല അതിനെ നടത്തി മുജിറൽ മഫ്ഊലി ബിഹി മഫ്ഊലി ബിഹിന്റെ സ്ഥാനത്ത് നടത്തി അൽ-ഇത്തിസായി വിശാലമായിട്ട്. എന്താ മിനന്ന ഖൗലഹു മാലിക് യൗമിദ്ദീൻ നകിറത്തുൽ ലികൗനിൽ ഇലാഫത്തി ലഫ്ളിയത്തൻ ലികൗനിഹ മിൻ ഖബീൽ ഇലാഫത്തി സിഫത്തി ഇലാ മഅമൂലിഹ ലാ യതഅറഫു ബിൽ ഇലാഫ ബൽ യബ്ഖാ നകിറത്തൻ. ഇസ്മുഫായിലിനെ മഅരിഫയിലേക്ക് ലഫത്ത് ചെയ്താലും മഅരിഫായിട്ട് തന്നെ നിൽക്കുന്നതാണ് പൊതുവെയുള്ള കണക്ക്. എന്താ ഞാൻ പറഞ്ഞു? മാലിക് എന്ന ഇസ്മുഫായിലിനെ യൗമിദ്ദീൻ എന്ന അദ്ദീൻ അലിഫ്ലാമൊക്കെ ഉണ്ട് മഅരിഫാണ്. ഇപ്പൊ അപ്പൊ യൗമിദ്ദീൻ അലിഫ്ലാമിന്റെ അലിഫ്ലാം മുദാഫ് മഅരിഫന്നല്ല ഉള്ളൂ. ഏതായിരിക്കട്ടെ, എന്താ ഞാൻ പറഞ്ഞേ മനസ്സിലായ? മാലിക് എന്ന ഇസ്മുഫായിലിനെ മഅരിഫയിലേക്ക് ഇലാഫത്ത് ചെയ്താലും ഇസ്മുഫായിലിനെ മഅരിഫയ്ക്ക് ഇലാഫത്ത് ചെയ്തിട്ട് ഇസ്മുഫായിലായ മുദാഫിന് എന്ത് കിട്ടൂല? തരീഫ് കിട്ടൂല. അപ്പൊ മാലിക് എന്തെന്നെയാണ് ഇപ്പോഴും നിക്കറായിട്ടാണ് നിൽക്കുന്നത്. ദാരിബ് സൈദ് എന്ന് പറഞ്ഞാല് ദാരിബ് നിക്കറാണ്. സൈദ് മുദാഫിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായ? ഇവിടെ പക്ഷേ അങ്ങോട്ട് പറയട്ടെ പിന്നെ എങ്ങനെ അല്ലാഹി എന്ന മാരിഫന്റെ സിഫത്താകാൻ പറ്റുമോ? മാലിക് സിഫത്തും മൗസൂഫും താരീഫിലും ഒക്കണമെന്നുണ്ട്.
അല്ലാഹി എന്നത് മാരിഫാണ്. ومحصول الجواب أن إضافة مالك ليست من على معموله لأن المراد من عمل اسم الفاعل وعملهما المشروط بكونهما للحال أو الاستقبال وذلك العمل هو عملهما بالمفعول به. അത് മാരിഫാക്ക ആക്കിപ്പിച്ചാണ് ഇപ്പൊ സംഭവം. من قبل إضافة الصفة التي اشترطت هي عملها كون ما لا مفهوم الأصلية ولا تصرف. അതായത് ഇസ്മു ഫാഇൽ പറഞ്ഞു ഇസ്മുഫായിലും ഇലാഫത്തിലെ ഹാലിന്റെയോ ഇസ്തിഖ്ബാലിന്റെയോ അർത്ഥത്തിന് വരുമ്പോഴാണ് നമ്മുടെ നെക്കിറനായിട്ട് നിൽക്കുന്ന പറയുന്നത്. എന്താ പറഞ്ഞു? നെക്കിറായിട്ടാണ് നിൽക്കല്. എപ്പോഴും ഏതർത്ഥം വരുമ്പോഴാണ് ഇസ്തിഖ്ബാല്. മാദിയുടെ അർത്ഥമാണെങ്കിൽ എന്താക്കും? മാരിഫ ആണെന്ന് പറയാം. ദാരിബ് സൈദിന് എന്താർത്ഥം വെച്ചെന്നിട്ടാ? മാദിയുടെ അർത്ഥം വെച്ചാല് അത് സ്വീകരിക്കും. അപ്പൊ അങ്ങട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടാണ് ഇപ്പൊ പറഞ്ഞിട്ട്. പേജുകളോട് ചേർത്താക്കി പറഞ്ഞു പറഞ്ഞു 2 പേജായി. മാലിക്കിൽ ഉമൂരി കാര്യങ്ങളെ ഉടമയാക്കി എന്നൊന്നും ഉടമയാക്കിയവെന്നുള്ള അർത്ഥം വരാൻ പോണ കാലത്തൊന്നും മാത്രല്ല. അല്ലാഹു കാര്യങ്ങള് ആ ദിവസത്തിന്റെ ഇപ്പോൾ തന്നെ അതിന്റെ മാലിക്കാണ് അവന്. എന്തേ യൗമുദ്ദീന്റെ വരാൻ പോണ കാലത്ത് മാലിക്കാവുന്നല്ല. അവൻ ആ യൗമുദ്ദീന്റെ ഇപ്പൊ തന്നെ മാലിക്കാണ് എന്ന വിശേഷണമുള്ളവനാണ്. അപ്പൊ എന്തർത്ഥം വന്ന് എന്താണ്? മാദിയുടെ അർത്ഥം വന്നല്ല. അപ്പൊ തൽക്കാലം അങ്ങനെ പോവാം. എന്തേ മാദിയുടെ അർത്ഥം എന്നല്ല. പണ്ട് മുതലേ അവൻ എന്താണ്? അള്ളാഹു ഖദീമായ മാലിക്ക, കാര്യങ്ങൾ മുഴുവനും ഉടമയാക്കിയവനാണ് അവന്. യൗമുദ്ദീന്റെ ദിനത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവന് എന്ന് മുതലേ ഉടമയാക്കിയവനാണ്. ഖദീമായ സിഫത്തായിട്ട് തന്നെ അവൻക്ക് വിൽക്കുന്നുണ്ട്. മനസ്സിലായില്ല? കൗലിഹ്യം അവർ പറയും പോലെ പറയട്ടെ. അപ്പൊ എന്താ? ഇജറാ അല്ലോ അതിനെ നടത്തിയതാണ് മുജറൽ മഫ്ഊൽ ബിഹി. ഈ യൗമുദ്ദീനിനെ മഫ്ഊൽ ബിഹിന്റെ സ്ഥാനത്തേക്ക് നടത്തിയത്. ശരിക്കും മഫ്ഊൽ ബിഹി മാലിക്കൽ ഉമൂരി എന്നാണ് ഉസ്താദെ.
മാലിക്കിൽ ഉമൂരി കാര്യങ്ങളെ ഉടമയാക്കിയവൻ ഖിയാമത്ത് നാളിൽ പ്രതിഫല ദിനത്തിലുള്ള ദിനത്തിൽ എന്ന് അറിയുമ്പോൾ അവിടെ പ്രശ്നമാണ്. അപ്പൊ അന്നാണ് ഇപ്പൊ ഉടമയാക്കുന്നവെന്ന് വരും. അപ്പൊ മുസ്തഖ്ബിലിന്റെ അർത്ഥം വരും. എന്ത് ഉടമയാക്കുന്ന വരുമ്പോ മുസ്തഖ്ബിലിന്റെ അർത്ഥം വരും. അങ്ങനെ വെക്കാതെ ഒപ്പിക്കാൻ പോവുകയാണ്. മഫ്ഊലുൻ ബിഹി തന്നെ ആക്കുക. എങ്ങനെ ലർഫാക്കരുത്, ഫീന്റെ വായനാക്കാക്കരുത് എന്നാ പറയുന്നത്. എന്ത് കാര്യങ്ങൾ ഖിയാമത്ത് നാളിൽ ഉടമയാക്കിയവൻ എന്നുള്ള അർത്ഥം വെക്കരുത്. ഖിയാമത്ത് നാളിന്റെ ഉടമസ്ഥൻ ഇപ്പോൾ തന്നെയാണ്. മാലിക് യൗമിദ്ദീന്റെ അർത്ഥം എന്താ? ഖിയാമത്ത് നാളിൽ ഉടമസ്ഥൻ എന്നല്ല, പിന്നെന്താ? ഖിയാമത്ത് നാളിന്റെ ഉടമസ്ഥൻ. ലാമിയത്തിന്റെ ഇലാപത്താന്ന് വെക്ക. എന്ത് അങ്ങനല്ല കേട്ടോക്കെ. മാലിക്കും ഫി യൗമിദ്ദീൻ അല്ല, ഖിയാമത്ത് നാളിൽ അവൻ ഉടമസ്ഥനാണെന്നല്ല. പിന്നെന്താ? മാലിക്കിൽ ഫി യൗമിദ്ദീൻ, ഖിയാമത്ത് നാളിനെ ഇപ്പോൾ തന്നെ കദീമായിട്ട് തന്നെ അവൻ എന്താക്കിയിട്ടുണ്ട്, ഉടമയാക്കിയവനാണ്. അപ്പൊ ലാമിയ ഇലാഫത്താന്ന് വെക്കുക. അതേ വിഷയം റബ്ബിൽ ആലമീന്റെ അവിടെ വരും. റബ്ബ് എന്ന് പറഞ്ഞാല് ഇവിടെയൊക്കെ ഇസ്മുഫായിൽ തന്നെയാണല്ല. അപ്പോഴും ആലമീനെ ഇലാഫത്ത് ചെയ്തുമ്പോ ഇതില്ലാന്ന് വരും. അവിടെ അങ്ങനെ തന്നെ വെക്കണം. ഇപ്പൊ കദീമായിട്ട് തന്നെ അവൻ എന്ത് ഉള്ളവനാണ്? തർബിയത്തിന്റെ അധികാരം ഉള്ളവനാണ് എന്ന അർത്ഥം. അപ്പൊ മാലിന്റെ അർത്ഥത്തിലേക്ക് മാറ്റി ഇലാഫത്ത് ഫീന്റെ മാനാക്കല്ല, ലാമിയ ഇലാഫത്താന്ന് വെക്ക. ഇതൊക്കെയാണ് പറയുന്നത്. മഫ്ഊൽ ബിഹിന്റെ സ്ഥാനത്തേക്ക് നടത്താ പറഞ്ഞാൽ ഇപ്പൊ അതാ. പിന്നെ അതായത് അൽ ഉമൂരി എന്ന ആ മഫ്ഊൽ ബിഹില്ല, അതിന്റെ സ്ഥാനത്തേക്ക് അതിനങ്ങോട്ട് നടത്തി. അതിന്റെ സ്ഥാനത്തേക്ക് ആരിറക്കി? മാലിക്കിൽ ഉമൂരി എന്നായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഉമൂറിനെ അവിടെ കളഞ്ഞിട്ട് യൗമിദ്ദീനെ അതിന്റെ പകരത്തിലേക്ക് വെച്ചെടുത്ത്. മനസ്സിലായ? മഫ്ഊൽ ബിഹിന്റെ പകരത്തിലേക്ക് എന്തിനെ വെച്ചെടുത്തു? ഈ യൗമിനെ വെച്ചെടുത്തു. അപ്പൊ ലർഫിയത്തിന്റെ ഫീന്റെ വയനാക്കല്ല, ആ ദിനത്തിനെ ഉടമയാക്കിയവൻ തന്നെയാണ്. ദിനത്തിനെ പറഞ്ഞാൽ ദിനത്തിന്റെ കാര്യത്തിന് ഇപ്പോൾ തന്നെ ഉടമയാക്കിയവൻ. അപ്പൊ ആ മഫ്ഊൽ ബിഹിന്റെ സ്ഥാനത്തേക്ക്, ഏതാ മഫ്ഊൽ ബിഹി? അൽ ഉമൂരി എന്ന മഫ്ഊൽ ബിഹിന്റെ സ്ഥാനത്തേക്ക് യൗമിനെ അങ്ങോട്ട് വെച്ചെടുത്തിട്ട് മാലിന്റെ അർത്ഥത്തിലേക്ക് മാറ്റി എന്നർത്ഥം. മാലിമേ ഹാലും ഇസ്തിഖ്ബാൽ എല്ലാം കൂടെ ഉൾപ്പെട്ട അർത്ഥമായി ഇപ്പൊ. അവര് വാക്കുപോലെ യാ സാരിക്കൽ ലൈലത്തി, രാത്രി കട്ടോന്, അഖിലദ്ദാരി ആരെ കട്ടോന്? വീട്ടുകാരെ കട്ടോന്. എന്ത് രാത്രി നിങ്ങളെ വിളിച്ചല്ല. യാ സാരിക്കൽ ലൈലത്തി, രാത്രി കട്ടോന്, അഖിലദ്ദാരി വീട്ടുകാരെ കട്ടോന്. അതുകൊണ്ട് എന്താ കാര്യം കിട്ടിയ? ഇന്നലെ രാത്രി എന്നിട്ട് വെക്കേണ്ടി വരില്ല. യാ സാരിക്ക അഖിലദ്ദാരീൻ, വീട്ടുകാരെ കഴിഞ്ഞ കാലത്ത് കട്ടോനേന്ന്. അല്ലത്തി ഇന്നലെ രാത്രി, കഴിഞ്ഞ രാത്രി എന്നർത്ഥം. മതിന്റെ അർത്ഥമായില്ല. പിന്നെ വമാനാകും അതിന്റെ അർത്ഥം മലക്കാന്നാണ്. അമാലിയാക്കി അല്ലുമൂറ, കാര്യങ്ങളെ പണ്ടേ ഉടമയാക്കിയിട്ടുണ്ടല്ല. യൗമുദ്ദീൻ, ഏത് കാര്യങ്ങള്? യൗമുദ്ദീനിലെ കാര്യങ്ങള്. അല്ല പണ്ടേ ഉടമയാക്കി എന്ന് പറഞ്ഞാല് ഏത് അർത്ഥത്തിന്? അപ്പൊ എന്തർത്ഥാണ്? ഒന്നുകൂടി പറഞ്ഞാല് ആണ് ഇപ്പൊ തന്നെ ഉടമയാക്കിയവനാണ് എന്നർത്ഥം. അല്ല ത്വരീക്കത്തി, ഒരു ത്വരീക്കത്തിന്റെ മേലിൽ. അസ്ഹാബുൽ ജന്നത്തി, സ്വർഗവാസികൾ വിളിച്ചു പറഞ്ഞാല് ഭാവിയിൽ വിളിക്കുന്നതിന് ഇപ്പൊ വിളിച്ചു എന്നുള്ള പറഞ്ഞത്. കഴിഞ്ഞ കാലത്ത് മാലിയായി കിട്ടാള യുനാദി എന്ന് പറഞ്ഞു കൊടുത്ത്. അപ്പം മുസ്തഖ്ബിലിന്റെ മയനാന എന്താക്കി മാറ്റിയിട്ടുണ്ട്? മാലിയാക്കിയിട്ടുണ്ട് എന്നും വെക്കാം. പിന്നെ അപ്പൊ മൂപ്പരപ്പ അവിടെ ഒരു പോക്ക് പോയത് എന്താന്ന് വെച്ചാല്, മാലിക് എന്ന മുസ്തഖ്ബിലിനെ പിടിച്ചിട്ട്
എന്തർത്ഥത്തിലാണെന്ന് വെച്ച് മലക്ക എന്ന അർത്ഥത്തിലാണെന്ന് വെച്ച്, അപ്പൊ പിന്നെ അവിടെ വരാനുള്ള കാര്യത്തിന് ഇപ്പൊ തന്നെ മലക്കാന്ന് പറഞ്ഞത് എന്തിനാന്ന് വെച്ചാല് അതിനാദാസാബ് ജന്നത്തിന്റെ അവിടെ അല്ല കാര്യം. എന്താണ് സ്വർഗീയവാസികൾ വിളിച്ച് പറയുന്നുള്ളിടത്ത് എന്താ പറഞ്ഞത്? പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ. ഔ അല്ലെങ്കിൽ അതാ മറ്റേ വരുന്നുണ്ട് നമ്മൾ ആദ്യം വെച്ചത്. അവൻക്ക് പണ്ടേ എന്തുണ്ട്? മുൽക്കുണ്ട്. അള്ളാന്റെ കദീമായ മുൽക്കുണ്ട്. അവൻക്ക് ഈ ദിവസത്തിലെ മിൽക്ക് അന്ന് ഉണ്ട്. അല്ല വലിയ ഇസ്തിംറാറി അങ്ങനെ നിലനിൽന്നുകൊണ്ടിരിക്കുന്നു. ഹക്കീക്കിയത്ത്. അപ്പൊ ഇതാപ്പത്ത് ഹക്കീക്കിയാവും. അപ്പൊ മൊയ്ദത്തായി തയ്യാറാക്കി തയ്യാറായതാവും. ലിവുക്കുവായിട്ട് സംഭവിക്കാൻ പറ്റുന്ന സിഫത്തൽ മാരിഫത്തി, മാരിഫക്കുള്ള സിഫത്തായിട്ട്. ربنا تقبل منا انك